കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് പോടോ. എന്റെ കയ്യിൽ ആകെയുള്ള പൈപ്പ് ക്ലീനേഴ്സ് ആണ് ഈ റെഡും അതുപോലെ ഗ്രീനും. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ഡാൻസിങ് ഫ്ലവർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 പൈപ്പ് ക്ലീനർ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം കുറച്ച് വലിയ ഫ്ലവർ വേണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. 8 പെറ്റൽസ് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റി എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന ഭാഗം അതിന്റെ ഉള്ളിലൂടെ ഒന്ന് മറിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലവറിന്റെ ഷേപ്പിലാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് എല്ലാ പെറ്റൽസ് ഒന്ന് ചുറ്റി കൊടുക്കും വേണം കേട്ടോ, ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണേ. ഫ്ലവറിന്റെ സെന്ററിൽ ഗ്രീൻ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ ആയിരിക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും. ഗ്രീനിന്റെ അറ്റത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫ്ലവറിന്റെ സെന്ററിൽ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ആ ഫ്ലവർ ഒന്ന് കോർത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റെമ്മും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റെമ്മിന് കുറച്ചുകൂടെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ തന്നെ സെന്റർ നോക്കിയിട്ട് റിട്ടേൺ എടുത്തിട്ട് ഒന്നുകൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെം അത്യാവശ്യം ബലം വന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി 5 പെറ്റൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റെം ഇതുപോലെ റിട്ടേൺ ചെയ്ത് ചുറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒറ്റ കമ്പിമ പോവും. ഇനി ഇത് ഗ്രീനിന്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് നമ്മൾ ഇവിടെ ലീഫും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫ്ലവർ ലീഫും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഷെയർ ആയിട്ടുണ്ട് തോന്നുന്നു. ഗ്രീനിന് പകരം ഒന്നുകൂടെ വൈറ്റ് ആകുമ്പോൾ നന്നായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ.